എന്താടോ? വെറുതെ. വെറുതെ ഒന്നുമല്ല. ഊണാ കഴിഞ്ഞോമേ? കഴിഞ്ഞ ഓരോരുത്തർ ഉറക്കായി. ആ, പാലേട്ടൻ വന്നിട്ടുണ്ടല്ലേ? ഉമ്മ പറഞ്ഞു. ശിവ, ഒന്നിങ്ങോട്ട് വന്നൊരു കാര്യം പറ. അത്ര വലിയ രഹസ്യമാണെങ്കിൽ ഞാൻ അങ്ങ് പോയേക്കാം. എന്താ കാര്യം? ഒരു കോള് വന്നിട്ടുണ്ട്. 10,000 ഉറുപ്പിക കിട്ടും. ഒറ്റയ്ക്ക് പോകാനൊരു മടി. നിനക്കൊന്ന് കൂട്ടുവരാമോ? നിനക്ക് 10,000 രൂപ കിട്ടുന്ന കാര്യമാണെങ്കിൽ ഏത് കള്ളക്കടത്തിനും ഞാൻ റെഡിയാ. എന്താ കാര്യം? പഴം. പഴോ? പഴമെന്ന് പറഞ്ഞ ശവം. ഒരു കക്ഷിയുടെ കാർന്നൂര് കിറങ്ങി വയസ്സായി ചത്തതാ. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് ശവം തറവാട്ടിലെത്തിക്കണം. മരണ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ഇന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മുടെ കാറി കൊണ്ടില്ലാമെങ്കിൽ 3,000 ഉറുപ്പിക തരാമെന്ന് പറഞ്ഞു. കേക്കട്ടെടാ. കുഴപ്പാവോ? കുഴപ്പമാവാതെ കൊണ്ടുപോകണം. കൊലക്കേസൊന്നുമല്ലല്ലോ. ഞാൻ അറിയുന്ന ആളാ. എങ്ങനെ കൊണ്ടുപോകും? അതിലൊരു സൂത്രമുണ്ട്. ചൂടാറണതിന് മുമ്പ് കൊണ്ടുപോകണം. നിനക്ക് വരാൻ വിഷമമുണ്ടോ? വിഷമിച്ച കാശ് കിട്ടോ? വരുന്നിടത്ത് വെച്ച് കാണാം. എന്താ? അതാണ്ട് ഇങ്ങോട്ട് അതോട്ട് കിടത്തല്ലേ കിടത്തല്ലേ. പിടിച്ചോ. മൂത്തി അത് ഓർമ്മ. ഒരാളെ നീ പറഞ്ഞ അവിടെ അടച്ചോ. വാ. ശകലം കൂടെ വേണ്ട, വണ്ടി ഓടിക്കാനുള്ള. ഇതാ വായിലോട്ട് വെച്ചോട്. അച്ഛൻ വലിക്കില്ല. അത് പണ്ടല്ലേ ഇടൂ. ഇതങ്ങോട്ട് പോയി വല്ലവന്റെയും വായിച്ചെന്ന് വീണാ നമ്മള് വെള്ളത്തിലാവാച്ചാനെ. അല്ലെങ്കിൽ ഇനിയിപ്പോ എന്താന്ന് വലിക്കേ? ഉറങ്ങല്ലേ? വണ്ടി ഓടിക്കുമ്പോ ഉറങ്ങരുത് കേട്ടാ. അല്ല, ഉറങ്ങരുത്. ഒരു 12 മണിക്ക് എത്തുമോ? നോക്കട്ടെ. ഈ 3 പേരുടെ ശവം നോക്കി എത്തിയോ? ഇവിടെ വടകര എത്തും. വടകരയിൽ ഞാൻ വഴി നടക്കുമ്പോൾ വടകരയിൽ ഞാൻ അട്ടിപ്പിട്ടി നടക്കുന്നു. ഞാൻ വഴി നടക്കുമ്പോ അട്ടിപ്പിട്ടി നടക്കുന്നു. വടകരയിലുള്ള വഴിയിലോടുമ്പോ വെള്ളത്തിലാക്കല്ലേ. കൈയും കാലിന് വെറുതെ ഞങ്ങളുടെ കാശ് തന്ന് ഞങ്ങളെ പറഞ്ഞു വിടും. അത് കഴിഞ്ഞിട്ട് മതി മടക്കലും നൂർക്കലും ഒക്കെ. ചെക്കിംഗ് ഒന്നും ഉണ്ടായില്ലല്ലോ. 2,500 പോരെ? ചങ്ങാതി, സ്വന്തം തന്തയുടെ ശവം കൊണ്ടുവരുമ്പോഴെങ്കിലും പിച്ചത്തരം കാണിക്കാടൂ. ഞങ്ങള് പോയിട്ട് മതി അവരെ വിളിച്ചുകൊടുത്തുന്നത്. വെറുതെ കരച്ചിലും പിടിച്ചിലും ഒക്കെ ആയിട്ട്. ഞങ്ങള് പോവാ. അപ്പൊ ഞങ്ങള് പോട്ടെ. ഹലോ, അപ്പൊ ഞങ്ങള് ആയിരം പൊൻപണം വീണു കിട്ടി, നമുക്കായിരം പൊൻപണം വീണു കിട്ടി.
ആലിപ്പഴം പോലെ ഞാവൽപ്പഴം പോലെ 1000 പൊൻപണം വീണു കിട്ടി 1000 പൊൻപണം വീണു കിട്ടി നമുക്ക് 1000 പൊൻപണം വീണു കിട്ടി ആലിപ്പഴം പോലെ ഞാവൽപ്പഴം പോലെ 1000 പൊൻപണം വീണു കിട്ടി. അപ്പൊ എന്താ പറ്റിയടാ? പറച്ചനെ ചതിച്ചാ എന്താ പറ്റിയടാ? നോക്കണ്ട നീ എന്താ ആക്സിൽ ഓടിഞ്ഞു കേട്ടാ. അയ്യോ നിന്റെ കൂടെയൊക്കെ ഈ വണ്ടി കയറി എന്നെ പറഞ്ഞാ മതി. ഇവിടെ അടുത്ത് വല്ല വർക്ക്ഷോപ്പ് ഉണ്ടോ നോക്കാം. വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്ന കാര്യമില്ല. നേരം വെളുത്ത് പുതിയ ആക്സിൽ വാങ്ങിച്ചു വന്നാലേ നന്നാക്കാൻ പറ്റൂ. 500 രൂപയും പോയി, ഉറക്കവും പോയി. 500 രൂപ പോകുന്നേ പോട്ട്, ബാക്കി 2500 ഉണ്ടല്ലോ. ഉറക്കം കളയാൻ ഞാനില്ല, ഞാൻ ഉറങ്ങാൻ പോവാ. ചെന്നേരം ഉറങ്ങ. ഓ ഗുഡ് നൈറ്റ്. സാറേ സാറേ തീപ്പെട്ടിയുണ്ടോ? പഴം തന്തയൊന്നുമില്ല. എന്നടുത്ത് തീപ്പെട്ടി ചോദിച്ചോണ്ട് വന്നു. നീ സ്വപ്നം കണ്ടാന്ന് ചുമാരി. ഞാൻ ഈ കാറി കിടക്കത്തില്ല, ഇതിന്റെ അകത്ത് ഇപ്പോഴും ശവത്തിന്റെ മണമുണ്ട്. ഞാൻ എന്റെ വീട്ടിൽ പോവാ. പാതിരാത്രിക്ക് വണ്ടി നീ എവിടെ കിടക്കാം? നടന്നു പോയിക്കോളാം. നമുക്ക് ആ കടപ്പുറത്ത് പോയി കിടക്കാം. നീ ക്ലാസ് കയറിയിട്. ഈ നാശത്തിനെ പിടിച്ച് വണ്ടി ആൾക്കാരുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? എന്താടാ? പണ്ട് സെമിത്തേരി പോയി ഒറ്റയ്ക്ക് കിടക്കാന്ന് പറഞ്ഞ് വാത് വെച്ചിട്ടുള്ളവനാ ഞാൻ. എന്നിട്ട് കിടന്നിട്ടുണ്ടോ? അടുത്തവരെയൊക്കെ പോയി കിടക്കും. തല്ലി കൊന്നുകൊണ്ടേ നടണം. നല്ല ഉറക്കാൻ പറ്റുക. അത് കളഞ്ഞു. ആ സാധനത്തിന്റെ മുഖം ഞാൻ ശരിക്കും കണ്ടതുപോലെ ഉണ്ട്. ഇക്കണക്കിന് ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നവന്മാരുടെ കാര്യം സമ്മതിക്കണം. എന്താണ് ദൂണ്ട കണ്ടോ? അയാളാണോ? എന്താ നാടാ? ഒരു ലൈറ്റ് ഞാൻ കണ്ടു. അത് പെട്ടെന്ന് കാണുന്നു. കടലിൽ പോയി ചത്താരെങ്കിലും ആണോ? തേങ്ങാക്കോല ഇപ്പൊ ഞാനും കണ്ടു. ദോണ്ടേ നമുക്ക് പോവാം. കുറച്ച് കഴിയട്ടെ. ചിലപ്പോ വല്ല സ്മഗ്ലിംഗ് പാർട്ടി വല്ലതും ആയിരിക്കും. അതൊക്കെ പറഞ്ഞാ അവന്മാര് കേട്ടാ വലിയ കുഴപ്പമാണ്. ഇപ്പൊ പ്രയത്നക്കാരിലും വലിയ പുലിവാലായിട്ടോ ടീച്ചറാ. ദൂണ്ട് ആള് ആണോ? എവിടെ? ശിവ ദൂണ്ട് അവിടെ 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 രണ്ട് കാല്. അയ്യോ കാലോ? നോക്ക്. യൂസഫ്, ഫ്രാൻസിസ്, സേവ്യർ ജേക്കബ് കാറിലുണ്ട്. ചരക്കെത്തിയിട്ടില്ല. 2 ദിവസം ലേറ്റ് ആവും. അതെന്താ? ബോംബെ കസ്റ്റംസ് ഇത്തിരി സ്ട്രോങ് ആണ്. അതുകൊണ്ട് നിഷ വഴി മാറിയാണ് വരുന്നത്. ഓഹോ. എന്തായാലും ശനിയാഴ്ച രാത്രി സാധനം ഇവിടെ എത്തിയിരിക്കും. ആ കൊച്ചിയിൽ 2 ആൾ കൂടി മെസ്സേജ് കൊടുക്കാനുണ്ട്. ഞാൻ വരട്ടെ. ഓക്കെ. See you. നമ്മളെ കണ്ടിരുന്നേ കൊന്നേനെ അവര്. ഇന്നാരെ കണി കണ്ടാണാവോ ഇറങ്ങിയത്? അവന്മാരുടെ വണ്ടിയാണെന്നാണ് തോന്നുന്നത്. എന്തു പറ്റി? വണ്ടിയുടെ ആക്സിൽ ഒടിഞ്ഞു. ഓ, ഈ രാത്രി ഇനി എന്ത് ചെയ്യും? ടൗണിലോണെ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, വണ്ടി ഒറ്റയ്ക്കിലിട്ട് പോകാൻ പേടി. വേറെ എന്തെങ്കിലും സഹായം വേണോ? ഓ വേണ്ട. എന്നാൽ ഞങ്ങൾ പൊക്കോട്ടെ. ഓ കണ്ട കള്ളക്കടത്തുകാരാണെന്ന് പറയത്തില്ല. നല്ല മനുഷ്യരല്ലേ?
എന്താ കള്ളക്കടത്തായ കോമ്പുണ്ടോ? അവര് മനുഷ്യർ തന്നെ. ശനിയാഴ്ച രാത്രി ഇവിടെ വന്നാ ഈ പരിപാടി എങ്ങനെ നടക്കുന്നെന്ന് കാണായിരുന്നു. അയ്യോ ഞാനില്ലേ. ഒരു സൂത്രം ഉണ്ടായിരുന്നു. ഈ സ്വർണം വന്ന് ഇറങ്ങുമ്പോ പോലീസ് വേഷത്തിൽ നമ്മൾ ഇടയിലോട്ട് ചാടും. അപ്പൊ അവര് ജീവനും കൊണ്ടോടും. നമ്മൾ ഒരു പെട്ടി സ്വർണമായിട്ട് അങ്ങ് മുങ്ങും. എത്ര ലക്ഷം രൂപ കിട്ടുമല്ലേ? നമ്മളും മുങ്ങേണ്ടി വരും. 3 ദിവസം കഴിയുമ്പം പൊങ്ങും. ചത്തു പഴുത്ത് നല്ല 2 പൂവമ്പഴങ്ങള് ദൂണ്ട് അവിടെ. ചേടാ കാശുണ്ടാക്കാൻ ഈ പാടുമല്ലോ പെടണോ? ഈ കാര്യം ചെന്ന് കസ്റ്റംസ് പറഞ്ഞാ പോരെ? പറഞ്ഞതുപോലെ അതൊരു ഐഡിയ ആണല്ലോ. റിസ്ക്കും കുറവ്. നമ്മൾ വിവരം കൊടുക്കുന്നു, കസ്റ്റംസുകാർ വന്ന് സ്വർണം പിടിക്കുന്നു. പിടിച്ചെടുത്ത സ്വർണത്തിന്റെ വിലയുടെ 20% നമുക്ക് കിട്ടുന്നു. 10 ലക്ഷം രൂപയുടെ സ്വർണം ഉണ്ടെങ്കിൽ 2 ലക്ഷം രൂപ. എന്റെ അമ്മോ, നമുക്കതങ്ങ് കാച്ചാം. അവരെങ്ങാനും അറിഞ്ഞാൽ നമ്മളെ കാച്ചൊന്നു മാത്രമല്ല, നമ്മുടെ കുടുംബം കൂടെ കുളം തോണ്ടും. എടാ, അത് അവരറിഞ്ഞാലല്ലേ. ഇതെങ്ങനെ അറിയാനാ? ഇൻഫോർമറെ പറ്റി ഒരു വിവരവും അവർ പുറത്തു വിടത്തില്ല. അതെല്ലാം ഡിപ്പാർട്ട്മെന്റിലെ ഡെഡ് സീക്രട്ട് ആയിരിക്കും. പിന്നെ നമുക്ക് വേണമെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടാം. നീ സീരിയസ് ആയിട്ട് പറയുന്നു? അതെ. എടാ, നമ്മൾ രക്ഷപ്പെടൂടാ. ഭാഗ്യം ആ തന്തയുടെ ശവത്തിന്റെ രൂപത്തിൽ വന്ന് നമ്മളെ ഇവിടെ കൊണ്ടെത്തിച്ച. അല്ലെങ്കിൽ നമ്മളിവിടെ വരാനും ആക്സിൽ ഒടിയാനും നമ്മളെ സ്വപ്നം കാണിച്ച് പേടിപ്പിച്ച് പുറത്തിറക്കി ഇതൊക്കെ കാണിക്കാനും അവസരം ഉണ്ടായതെങ്ങനെ? തീക്കളിയാവൂ. ഒരു മണ്ണാങ്കട്ടയില്ല. എല്ലാം ഞാൻ ഏറ്റു. നിനക്കെന്റെ കൂടെ നിൽക്കാം. ഞാൻ നിൽക്കാം.